PSC കോഴ ആരോപണത്തിൽ CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി പാർട്ടിക്ക് ഉടൻ വിശദീകരണം നൽകിയേക്കും. പ്രമോദിന്റെ വിശദീകരണം പരിശോധിച്ച ശേഷമാകും തുടർ നടപടികൾ. വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ പ്രമോദിനെതിരെ നടപടിയുണ്ടാകും. മറ്റന്നാൾ ചേരുന്ന ജില്ലാ കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ തോതിൽ ജില്ലാ നേതൃത്വത്തോട് ഈ വിഷയത്തെപ്പറ്റി ചോദിച്ചപ്പോൾ അതിൽ വ്യക്തതയില്ല, പരാതി ലഭിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു പി മോഹൻ ഉൾപ്പെടെയുള്ള ഒരു മറുപടി. എന്നാണെങ്കിലും അതിൽ ഇപ്പോൾ വിശദീകരണം തേടിയതായിട്ട് നമുക്ക് ഇന്നലെ മുതൽ ലഭ്യമായിട്ടുള്ള വിവരമാണ്. ഈ വിശദീകരണത്തിൽ അത് തൃപ്തി ജില്ലാ നേതൃത്വം പ്രകടിപ്പിച്ചില്ല എങ്കിൽ പാർട്ടി നടപടി നേരിടാനുള്ള സാധ്യതയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. എന്നാലും കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി ഇന്നലെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഇരിക്കുമ്പോൾ ആവശ്യം ഉന്നയിച്ചിരുന്നു. MS അനീഷ് കുമാർ ചേർന്ന വിവരങ്ങളും. അനീഷ്, ഏറ്റവും ഒടുവിൽ വിശദീകരണം തേടാനുള്ള നീക്കങ്ങളിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ വിശദീകരണം നൽകുമ്പോൾ അതിന്റെ ഈ തൃപ്തികരമല്ല എങ്കിൽ അതിൽ ഒരു കൃത്യമായിട്ട് നടപടി സ്വീകരിക്കുക എന്നുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ അതുവരെ ജില്ലാ നേതൃത്വം എടുത്ത ഒരു ന്യായീകരണ നിലപാടിൽ നിന്നുള്ള ഒരു മാറ്റം അത് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും ഒരു നടപടിയിലേക്ക് തന്നെ CPM ഇക്കാര്യത്തിൽ പോകുന്നു എന്നാണ് നമുക്ക് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പുറത്തു വന്ന രീതിയിൽ PSC അംഗത്വത്തിനായി കോഴ വാഗ്ദാനം എന്ന രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്, മറിച്ചൊരു ജോലി തട്ടിപ്പ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നാണ് പാർട്ടി വിശദീകരണം അല്ലെങ്കിൽ പാർട്ടി പറയുന്നത്. ഇക്കാര്യത്തിൽ പ്രമോദ് കോട്ടൂളിയുടെ വിശദമായ വിശദീകരണം പാർട്ടി തേടിയിരിക്കുന്നു. പ്രമോദ് അതിന് മറുപടി നൽകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ വെച്ച് ഈ വിഷയം ചെറുതായി ചർച്ചയ്ക്ക് വരികയും ഇക്കാര്യത്തിൽ വിശദമായ ഒരു ചർച്ച പിന്നീട് 13-ന് പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് നടത്തുമെന്ന് സെക്രട്ടറി ആ യോഗത്തിൽ അറിയിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിക്ക് വിശദീകരണം ഇപ്പോൾ പ്രമോദ് കോട്ടൂളി നൽകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പ്രമോദ് കോട്ടൂളിയുടെ വിശദീകരണം ജില്ലാ കമ്മിറ്റി യോഗം വിശദമായി ചർച്ച ചെയ്യും. അതിനുശേഷമാവും ഏത് തരത്തിലുള്ള നടപടിയാവും വേണ്ടതെന്ന കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പുറത്തു വരുന്ന വാർത്തകൾക്കനുസൃതമായല്ല, മറിച്ച് ചില തെറ്റായ പ്രവണതകൾ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന വിലയിരുത്തൽ കൃത്യമായി തന്നെയുണ്ട്. മാധ്യമങ്ങളുടെ വാർത്തകൾക്കപ്പുറം ഈ പാർട്ടി ഒരു തെറ്റുതിരുത്തൽ നടപടികളിലൂടെ മുന്നോട്ട് പോകുന്ന സമയമായതുകൊണ്ട് തന്നെ നടപടിയെടുത്ത് മുന്നോട്ട് പോകണം എന്ന ഒരു വികാരമാണ് ജില്ലാ കമ്മിറ്റി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉള്ളത്. ഇന്നലെ MV ഗോവിന്ദൻ മാഷ് കോഴിക്കോട് ഉണ്ടായിരുന്നു. സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമായി ഇക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ശക്തമായ നടപടി എടുക്കണം എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ കൃത്യമായി പരിശോധിക്കാൻ പാർട്ടി ഒരുങ്ങുന്നു. ഒരുപക്ഷെ ഇന്ന് പ്രമോദ് കോട്ടൂളി തന്റെ മറുപടി നൽകിയേക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇതിനുശേഷം മറ്റന്നാളാണ് ജില്ലാ കമ്മിറ്റി യോഗം ചേരാൻ ഇരിക്കുന്നത്. എന്തോ ശരി, എന്നാലും പ്രമോദ് കോട്ടൂളിയുടെ വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ നടപടിയിലേക്ക് നീങ്ങാൻ പാർട്ടി നിർബന്ധിതരാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.